ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു BDF ആണ്. ഇതങ്ങനെ നമ്മൾ നല്ല ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയിൽ കിടക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാനൊക്കെ നാട്ടിൽ വെച്ച് നല്ലോണം വാശി പിടിച്ച് കഴിച്ചിട്ടുള്ള സാധനം. നമ്മളപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആദ്യം. അതിനകത്തേക്ക് തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ഇടാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അതേപോലെ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതുകൂടി കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സായിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഡ്രൈ ആയിട്ടില്ല, നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് വേവിക്കുന്നത്. നമുക്കിപ്പോൾ വേവിക്കേണ്ട സമയം ഞാൻ പറയില്ല, കാരണം കുക്കറിൻ്റെ സൈസും വലിപ്പവും എല്ലാം അനുസരിച്ച് പല സ്ഥലത്ത് കിട്ടുന്ന കുക്കറിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും വേവിക്കുന്നത്. ഞാനിതിനിപ്പോൾ ഒരു 5 വിസിൽ വേണ്ടിയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി വെന്ത് പോകരുത്, ശരിക്കും ഒരു 75% വെന്താൽ മതി. വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകും. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് സ്റ്റോക്കൊക്കെ ഇറങ്ങി നല്ല പക്കയായിട്ടുണ്ട് ബീഫ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫിംഗർ വലിപ്പത്തിന് ഫ്രൈ ചെയ്യാനുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്കൊരു മീഡിയം വലിപ്പത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചിപ്സ് ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിന് ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറക്റ്റ് വേവാണ്, അതുകൊണ്ട് തന്നെ ഉടഞ്ഞിട്ടില്ല, ഒന്നുമില്ല, പക്കയായിട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ മൊത്തം കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാവരും. നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ. ഞാൻ ആ സ്റ്റോക്ക് കളഞ്ഞിട്ടില്ല, കാരണം നമുക്ക് ആവശ്യം വരും ആ സ്റ്റോക്ക്. വെറുതെ നമുക്ക് കളയണ്ടല്ലോ, വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് നല്ല മസാലയുള്ള സ്റ്റോക്ക് ഉപയോഗിക്കാമല്ലോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മുമ്പ് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ടീസ്പൂണാണേ, മുമ്പ് ടേബിൾ സ്പൂണാണ് പറഞ്ഞു. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, അത് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ 1 ടീസ്പൂൺ മുളക് ഇടിച്ചത്, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതുണ്ടല്ലോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി കുറച്ച് എരിവുള്ളത് കുറച്ചുള്ളതുകൊണ്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അത് മറക്കരുത്, ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഗരം മസാല ഓപ്ഷനിലാണ്, ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇടണമെന്നില്ലെങ്കിൽ ഇടണ്ട. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് നമ്മുടെ മുളകും ഇറച്ചിക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ലെമൺ പിഴിഞ്ഞ് അതിനകത്തേക്ക് അതിൻ്റെ കുരു ഇടാതെ മാറ്റി ആ ലെമണിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ലെമണിൻ്റെ നീര് മാത്രം പറ്റില്ല, ഇത് മിക്സ് ചെയ്യാനായിട്ട്, മസാല സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മസാലയുള്ള പച്ചവെള്ളം എടുക്കണേക്കാൾ നല്ലതല്ലേ നമ്മുടെ മസാലയുള്ള ബീഫിൻ്റെ നല്ല വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. ഇതിനകത്താണ് നമ്മുടെ ഡ്രൈ ബീഫ് ഫ്രൈ, അതായത് നമ്മുടെ BDF റെഡി ആക്കി എടുക്കുന്നത്. ബീഫ് ഇട്ട വീഡിയോ മിസ്സായേ. അപ്പോൾ ഞാൻ ബീഫ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മസാലയും ആ കോൺഫ്ലവറിൻ്റെ എല്ലാ സെറ്റപ്പുമുള്ള മസാല ഗ്രേവി അതിനകത്തേക്ക് അങ്ങോട്ട് പിടിക്കണം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കണം. ഞാൻ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളകാണ് വറുത്തെടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഒരുമിച്ചാണ്ട് വറുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, പൊളിക്കും. അപ്പോൾ ഞാൻ വറ്റൽമുളക് വെളിച്ചെടുക്കണം. പച്ചമുളക് ആയാലും കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് വരണ്ടിട്ട് വറുത്തെടുത്താൽ മതി, അപ്പോഴും ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. വറ്റൽമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. അത് കഴിഞ്ഞത് ഓരോന്നോരോന്ന് നമ്മുടെ ആ ബീഫ് എടുത്ത് വറക്കാൻ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അതിനകത്ത് തൊടരുത്, കാരണം ആ മസാല അതിനകത്ത് ഉടഞ്ഞു പോകും. നമ്മളിപ്പോൾ ഒരു 2-3 മിനിറ്റ് തൊടാണ്ട് കിടന്നിട്ട് അതിന് ശേഷം നമ്മളത് മറിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് മറിച്ചിടാണ്. മാക്സിമം ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ നമ്മുടെ ബീഫ് റെഡിയാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നല്ലോണം നമുക്ക് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കുറേ അധികം ടൈം എടുക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകും, വേവില്ല. ഇതിപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമുക്കിത്
ഒന്ന് മറച്ചിടാം. ഒരു സൈഡ് മൊത്തം എന്തായാലും വെന്തിട്ടുണ്ട്, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ റെഡിയായി. നമുക്കത് കോരി വാരി എടുക്കാം. കോരി എടുത്ത് മാറ്റാം. അതിനകത്തുനിന്ന് ഒരു ബാച്ചും കൂടി വറക്കാനുണ്ട്, കാരണം നമുക്ക് ഒറ്റയടിക്ക് മൊത്തം വറുത്തെടുക്കാൻ പറ്റില്ല. അത് മൊത്തം എന്തായാലും ഞാൻ വറുത്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്, ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്, അവസാന സ്റ്റെപ്പ്. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. പക്ഷെ ഒരു അവസാന ഫൈനൽ ടച്ചപ്പ് കൂടി ഉണ്ടല്ലോ, എന്നാലല്ലേ നമുക്ക് റെഡി ആവുള്ളൂ. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ കഴിക്കണം. ആ വറ്റൽമുളക് ആദ്യം ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ മേലേക്ക് ഇടണം. അതിന് ശേഷം ആ നാരങ്ങ ഒന്ന് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കണം. നല്ലത് ഇപ്പോൾ ഞാൻ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലൊരു നാരങ്ങയുടെ മുകളിലേക്ക് കൊണ്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പിട്ടി പിടിച്ചാണല്ലോ, പൊളിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയാലേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.